നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ഒരു വാർത്തയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചലനമുണ്ടാക്കിയ ഒരു വാർത്ത, മറുനാടൻ ഷാജൻ്റെ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ ഹൃദയത്തിലൊരു വിഷമം തോന്നി. അങ്ങനെ പറയുമ്പോൾ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. മറുനാടൻ ഷാജൻ പറയുന്ന എല്ലാ ആശയങ്ങളോടും എനിക്ക് അനുകൂലമുള്ള ആളല്ല. പാഠഭേദത്തിൽ പല പ്രാവശ്യവും മറുനാടൻ്റെ ആശയങ്ങളെ ഞാൻ ഖണ്ഡിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയപരമാകുന്ന ഒരു അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യമല്ല ഈ വീഡിയോയിലൂടെ ഞാൻ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തെ ഷർട്ടൊന്നും ഇടാതെ കൊണ്ടുപോയ ആ കാഴ്ച കണ്ടപ്പോൾ അത് അല്പം കടന്ന കൈയായിപ്പോയി എന്നൊരു തോന്നലുണ്ടായി. പല വിധത്തിലാണ് വാർത്തയെക്കുറിച്ച് കേൾക്കുന്നത്. മറുനാടൻ ഷർട്ട് ഇടുവാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ പോലീസ് അതിന് സാവകാശം കൊടുത്തിട്ടും സമ്മതിച്ചില്ല എന്ന് പോലീസിൻ്റെ ഒരു ഭാഷ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും മറുനാടൻ ഒരു വലിയ വിപ്ലവകാരിയാണ്. അദ്ദേഹം ആ അവസരം നന്നായിട്ട് മുതലെടുത്തു. അദ്ദേഹം ഷർട്ട് ഇടാതെ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തറയിൽ കുത്തിയിരുന്ന് അദ്ദേഹം തൻ്റെ പ്രതിഷേധം കാണിച്ചു. പോലീസുകാർക്ക് അദ്ദേഹത്തെ പിടിച്ചുപോയല്ലോ എന്ന ഒരു പരുവമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ സമ്മതിച്ചേ മതിയായുള്ളൂ. ആശയവ്യത്യാസങ്ങൾ ഇല്ലാതെ ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ചും ഈ പറയുന്ന സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവർക്കൊക്കെയുള്ള ഒരു ആശങ്കയുണ്ട്, ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഇന്നും ഞാൻ നാളെ നീ എന്ന് പണ്ട് ശവപ്പെട്ടികളുടെയൊക്കെ മുകളിൽ എഴുതി വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശവപ്പെട്ടിയുടെ മുകളിലാണോ അതോ പള്ളിയിലേക്ക് ശവം കൊണ്ടുപോകുന്ന ആ ഒരു ഉന്തുവണ്ടി അതിൻ്റെ മുകളിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്താണെങ്കിലും എഴുതി വെക്കുമായിരുന്നു, ഇന്നു ഞാൻ നാളെ നീ. ഈ കാഴ്ച കാണുമ്പോൾ, മറുനാടിനെ ഉടുപ്പിടിക്കാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ കാഴ്ചകൾ കാണുമ്പോൾ പല നവമാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ ഒരു ഭയം മനസ്സിലുണ്ടാകാം. നാളെ ഒരു കേസുണ്ടായാൽ, ഒരു സൈബർ കേസ് ആരെങ്കിലും കൊടുക്കുന്ന ഒരു വ്യാജ കേസാണെങ്കിൽ പോലും വേണമെങ്കിൽ പോലീസിന് ഉടുപ്പിടിക്കാതൊക്കെ കൊണ്ടുപോകാം എന്ന ഒരു ഭയമുണ്ടാകാം. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നവമാധ്യമങ്ങൾ പ്രതികരിച്ചു. ഞാൻ ഈ വിഷയത്തിൽ നമ്മുടേത് ഒരു ക്രിസ്തീയ ആശയങ്ങളെ, വാർത്തകളെ ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. എന്നാൽ ഒരു സോഷ്യൽ മീഡിയ ഒരു മാധ്യമമെന്ന നിലയിൽ മറുനാടനുണ്ടായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മുടേതാകുന്ന ആശങ്കയും നമ്മുടേതാകുന്ന ഒരു വേദനയും ഈ സമയത്ത് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നാം നിശബ്ദമായിരുന്നാൽ നാളെ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആരും കാണുകയില്ല എന്ന മാർട്ടിൻ ജെ നെയ്മുള്ളറിൻ്റെ വാക്കുകളാണ് എപ്പോഴും എനിക്ക് ഒരു പ്രചോദനമായി തീർന്നിട്ടുള്ളത്. ഇത് ക്രിസ്ത്യൻ വിഷയമൊന്നുമല്ല എങ്കിൽ പോലും നമ്മുടെ ന്യൂസ് ചാനലിലൂടെ ഇത് കൈകാര്യം ചെയ്യുന്നതിന്, ഈ ഒരു പ്രസ്താവന നടത്തുന്നതിന് കാരണം അതാണ്. എന്താണെങ്കിലും മറുനാടൻ്റെ അറസ്റ്റ് ഒരു പാഠം തരുന്നു. ഇനിയും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉടുപ്പിട്ടുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കാരണം ആരെങ്കിലും ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് പോലീസ് കയറി വന്നാൽ ഉടുപ്പിടാതെ മറുനാടനെ പോലെ പോകേണ്ടി വന്നാൽ അത്രയുമൊന്നും തൊലിക്കെട്ടി എല്ലാവർക്കും കാണുകയില്ലല്ലോ. അതുകൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് മാത്രമേ വീട്ടിലും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യാവുള്ളൂ എന്ന് എല്ലാ നവമാധ്യമ സ്നേഹിതരോടും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാനിങ്ങനെ ബോംബെയിലാണ് കേട്ടോ, ഇത് കേരളത്തിലാണ് സംഭവിച്ചത്. കേരളത്തിൽ മാത്രമാണോ ഇങ്ങനെ ഉടുപ്പിടിക്കാതെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലൊരു ചിന്ത വന്നു. ഞാൻ കണ്ടിട്ടുള്ള ബോംബെ പോലീസ് അത്രമാത്രം അങ്ങ് കടന്ന കൈയൊന്നും ചെയ്യത്തില്ലെന്ന എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. ഒരിക്കൽ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ ആ കൺവെൻഷനെതിരെ പരാതി വന്നു. ഇവർ മതം മാറ്റാൻ വേണ്ടിയാണ് കൺവെൻഷൻ നടത്തുന്നത്. അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച ഒരനുഭവമുണ്ട്. വളരെ മാന്യമാകുന്ന ഒരു പെരുമാറ്റമാണ് ലഭിച്ചത്. ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ പോലീസുകാർക്ക് നമ്മളെക്കുറിച്ച് കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ നമ്മളെ മുന്നിൽ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കും, നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഓക്കെ. പക്ഷെ മാന്യമായ പെരുമാറ്റം. മറ്റൊരു സന്ദർഭത്തിൽ നമ്മളുടെ അന്ന് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചർച്ചിലെ
ഒരു സഹോദരൻ ട്രെയിനിൽ നിന്ന് വീണു എന്നൊരു വാർത്ത കേട്ടു. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്തേരി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ എത്തിയത് ഓർക്കുന്നു. കാരണം അന്തേരിക്ക് അടുത്താണ് അദ്ദേഹം വീണത് എന്ന് അറിഞ്ഞു. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ പണ്ടൊക്കെ മൈക്ക് സാങ്ഷന് വേണ്ടിയൊക്കെ പോയ ഒരു ഓർമ്മയുണ്ട്. പേടിച്ചാൽ കയറി ചെല്ലുന്നത്, ചെല്ലുമ്പോഴേ ചോദിക്കും എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ജനമൈത്രി പോലീസല്ലേ, അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 28 വർഷമായി നാട് വിട്ടതുകൊണ്ട് അറിയില്ല. നമ്മുടെ നാട്ടിലെ ആ പഴയ പോലീസുകാരുടെ ഓർമ്മയിൽ ഞാൻ മുംബൈ പോലീസിൻ്റെ അടുക്കൽ ചെന്നത് ഓർക്കുന്നു. ഞാൻ വളരെ ഭവ്യതയോടുകൂടെ ഭയന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ പോലീസ് ഓഫീസർ, എനിക്ക് തോന്നുന്നു ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ആദ്യം സമാധാനമായിട്ട് അവിടെ ഇരിക്കുക, ഒരു കസേരയിൽ ഇരുത്തി. എന്നിട്ട് ഞാൻ പിന്നെയും മടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുന്നിട്ട് സംസാരിച്ചാൽ മതി. എത്ര വളരെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കേട്ടോ. അതിൽ പിന്നെ മുംബൈ പോലീസിനോടൊരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തോന്നി. എല്ലാ ദേശത്തെ പോലീസുകാരിലും ഈ പറഞ്ഞ പോലെ പോലീസ് ക്രൂരതകളൊക്കെ ഉണ്ടാകും. അത് മുംബൈയിലുണ്ടാകും, കേരളത്തിലുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പൊതുവെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം, മുംബൈയിലെ പോലീസുകാർ, എനിക്കറിയില്ല മഹാരാഷ്ട്രയിലെ മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന്, മുംബൈയിലെ പോലീസുകാർ വലിയ കുഴപ്പക്കാരല്ല. നമുക്ക് സമാധാനമായിട്ട് കയറി ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം. പിന്നെ പോലീസുകാരുമായിട്ട് ഒരു കുറച്ച് നാളത്തെ ഒരു ചെറിയ ഇടപാടെന്ന് പറഞ്ഞാൽ, പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ബിസിനസ് ഉള്ള സമയത്ത്, എന്ത് ബിസിനസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ബിസിനസ് ഉള്ള സമയത്ത്, ഈ ഞങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആരുടെയെങ്കിലും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കേസിൽ പിടിച്ചുകൊണ്ട് വന്നാൽ അത് പരിശോധിക്കാൻ, ചെക്ക് ചെയ്യാൻ എന്നെ വിളിക്കുമായിരുന്നു. അതായത് ഈ ടെക്നിക്കൽ ഹെൽപ്പ് എന്നൊക്കെ പറയത്തില്ലേ, പൈസ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഉച്ചയൊക്കെ ആണെങ്കിൽ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു ഊണ് തരും. അതാണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന പ്രതിഫലം. പക്ഷേ ഒരു സന്തോഷം, പോലീസുകാർക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നല്ലതാണെന്ന് ചിന്തിച്ച ഒരു സമയം. പോലീസുകാരുടെ ഇടപെടലൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു. അങ്ങനെ കുറേ പോലീസുകാരെ കൂട്ടുകിട്ടി. പക്ഷേ പിന്നീട് ആരോ എന്നോട് പറഞ്ഞു തന്നു, പോലീസുകാരുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം പ്രശ്നമുണ്ടാക്കാൻ പോകുന്നവർക്കല്ലേ പോലീസിൻ്റെ കൂട്ടൊക്കെ വേണ്ടത്. അതുകൊണ്ട് പോലീസുമായിട്ടുള്ള കൂട്ട് തൽക്കാലം വിടുക. പിന്നെ വേറെ പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകും, അതുകൊണ്ട് ആ കൂട്ടങ്ങ് വിട്ടു. അതിൽ പിന്നെ പോലീസുകാരുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ചർച്ചിൽ ഇടയ്ക്കൊക്കെ വരുന്ന 1-2 മറാഠി ക്രിസ്ത്യൻ പോലീസുകാരുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഇപ്പോൾ പോലീസുകാരുമായിട്ടുള്ള ബന്ധം. എന്താണെങ്കിലും കേരളത്തിലുള്ള എല്ലാ നവമാധ്യമ പ്രവർത്തകരോടും പറയുക, ഒന്ന് സൂക്ഷിച്ചോ. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ നാളെ ഒരു പക്ഷേ ഉടുപ്പിടാതെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന ഫോട്ടോ ഇനിയും കണ്ടാൽ അത്ഭുതപ്പെടേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറുനാടൻ എന്താണെങ്കിലും അദ്ദേഹം പുറത്തു വന്നു, അദ്ദേഹം മിടുക്കനാണ്. എല്ലാവർക്കും അത്രയും യോഗവും അത്രയും പിടിപാടും ഉണ്ടാകണമെന്നില്ലല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.